ഡസ്കി സ്കിൻ ടോൺ ആണ്. ബിലോ 100 rupees ആണ് ഈ ലിപ്സ്റ്റിക്കിന്. ഒരു ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസ് നോക്കുന്നുണ്ടെന്നെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അത്രയും കുഞ്ഞതായിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ ഭയങ്കര ക്രീമിയാണ്. ഭയങ്കര നീറ്റായിട്ട് ഗ്ലൈഡായി പോകും. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ബിക്കോസ് ഒരു ഫ്യൂ വീക്സ് മുന്നേ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ, ഒരു റിസപ്ഷൻ ലുക്ക്. സോ ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് ഏതാണെന്നോ അതേപോലെ ലിപ് ലൈനർ ഏതാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ലൈക്ക് വൈ ഷുഡ് ഐ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ എന്തുകൊണ്ട് ഇട്ടുകൂടാന്ന്. ആൻഡ് എൻ്റെ കളക്ഷൻ എന്ന് പറയാൻ മാത്രം ലിപ്സ്റ്റിക്സ് ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു 6 to 7 ലിപ്സ്റ്റിക്സേ ഉള്ളൂ കറൻ്റ്ലി. ബിക്കോസ് ഞാനെന്ന് പറഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്ക് തീരാനാവുമ്പോഴേ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്യാറുള്ളൂ. എൻ്റെ ബാക്ക് ആരും മൈൻഡ് ആക്കണ്ട, ഭയങ്കര മെസ്സായി കിടക്കണം. സോ ഡിസ്ക്ലെമർ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണ്. സോ എനിക്ക് എല്ലാ ലിപ്സ്റ്റിക്കും മാച്ചായി പോയിക്കൊള്ളണമെന്നില്ല. എനിക്കൊരു ഫ്യൂ ലിപ്സ്റ്റിക്ക് എനിക്ക് മാച്ചായി പോകാറുള്ളൂ. ആൻഡ് അതെന്ന് പറഞ്ഞാൽ അധികം ബ്രൗൺ മെറൂൺ ഷെയ്ഡ് ഒക്കെ ഇരിക്കും. ഒരു ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ലാതെ ഞാനത് ഇട്ടിട്ട് പോകും. പക്ഷെ എനിക്ക് പിങ്ക് ഷെയ്ഡ്സ് ഒന്നും ഒട്ടും മാച്ചായി പോകില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്ത് പോകും. സോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഏതാണെന്ന് ഞാൻ കാണിക്കാം. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ലിപ് പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം, അതുപോലെ ലിപ് ലൈനേഴ്സ്, ലിപ്സ്റ്റിക്സ്, അതേപോലെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് മാത്രമേ ലിപ്സിന് യൂസ് ചെയ്യാറുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് പറഞ്ഞുതരാം. ഇത് വന്നിട്ട് ലവേർത്തിൻ്റെ ലിപ്സ്റ്റിക്സ് ആണ്. ലെറ്റ് മീ ഷോ യു. പിന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഒരിക്കലും ഒരൊറ്റ ലിപ്സ്റ്റിക് വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇടാറില്ല. ഞാൻ എപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാറ്. ബിക്കോസ് എനിക്ക് അപ്പോഴേ അതൊരു അടിപൊളിയാണെന്ന് തോന്നുള്ളൂ. സോ ഇതും അങ്ങനെ 2 ലിപ്സ്റ്റിക്സ് ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് ലവേർത്തിൻ്റെ ലിപ്സ്റ്റിക്സ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ആക്ച്വലി എന്തൊരു ഐറിഷ് കോഫി അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ ഇത് മാഞ്ഞിപ്പോയിട്ടുണ്ട്. ആൻഡ് ഇത് അടിപൊളി ഷെയ്ഡ്സ് ആണ്. ഇത് വന്നിട്ട് ഒരു ഭയങ്കര ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ഡാർക്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ആൻഡ് ഇത് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡാണ്. രണ്ടും നല്ല നൈസാണ്. ഇത് ഒറ്റയ്ക്കിട്ടാലും ഭംഗിയാണ്. ബട്ട് എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടം ഇത് മിക്സ് ചെയ്തിട്ടിടാനാണ്. നല്ല മാറ്റ് ഫിനിഷാണ്. നല്ല മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്സ് ആട്ടോ. എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ നല്ല മാറ്റ് ഫിനിഷ് ആയിരിക്കും, അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്സ്. സോ ആദ്യത്തെ 2 ലിപ്സ്റ്റിക്സ് വന്നിട്ട് ലവേർത്തിൻ്റെ ആണ്. ഇത് ഏറെക്കുറെ ഐ തിങ്ക് സോ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ലിപ്സ്റ്റിക്കും 500 ബിലോ ആണ്. 500 ബിലോ ആണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് മാർസിൻ്റെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നിട്ടുള്ള ഖൂബ്സൂരത് ഖുശ്ബുടി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ആക്ച്വലി എനിക്കൊരു പൊടിക്ക് ചെറുങ്ങനെ വാഷ് ഔട്ട് ചെയ്യും. അങ്ങനെ ഒരുപാടൊന്നുമില്ല, ചെറുങ്ങനെ വാഷ് ഔട്ട് ചെയ്യും. പക്ഷെ ഞാൻ ലിപ് ലൈനൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോകും. അതർവൈസ് ഇത് ഒറ്റയ്ക്ക് ഞാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് പോകും. നിസ്കരിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അധികം ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പ്രിഫർ ചെയ്യാറില്ല. പകരം ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യും. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് വൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ, അതായത് സ്റ്റിക്ക് ആണെങ്കിൽ പോലും ഇത് മാറ്റ് ഫിനിഷാണ്. നല്ല അടിപൊളിയാണ്. കുറച്ചും കൂടി ഒരു റെഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ബട്ട് ഒരു ഇത് ഡസ്കി സ്കിൻ ടോണിനും നന്നായിട്ട് മാച്ച് ആയി പോകുന്ന ഷെയ്ഡാണ്. സോ ദിസ് ഈസ് ദ 3rd ലിപ്സ്റ്റിക്. നെക്സ്റ്റ് വന്നിട്ട് ഇതും ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഫ്രം ഇൻസൈറ്റിൻ്റെ കോഫി കമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. കുറേ നേരത്തിന് ഇത് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇതും ചില മൊമെൻറ്റ്സിൽ, അതായത് ചില ടൈമിൽ എനിക്കിത് വാഷ് ഔട്ട് ചെയ്യാറുണ്ട്. ഭയങ്കര ടാൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യാറുണ്ട്. അതർവൈസ് ഇറ്റ് ഈസ് സോ ഗുഡ്. ഒരു ബ്രൗൺ ഓറഞ്ച് ടോണിൽ വരുന്ന അടിപൊളി ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. സോ നിങ്ങൾ ഡസ്കി സ്കിൻ ടോൺ ആണ്, ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. ബിക്കോസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 99 rupees ആണ്. ബിലോ 100 rupees ആണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ലിക്വിഡ് ലിപ്സ്റ്റിക്,
അത് നല്ല അടിപൊളി ഷെയ്ഡ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസൈറ്റിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമുക്കുള്ളത് മാർസിൻ്റെ ലിപ്സ്റ്റിക് കേട്ടോ. ഇത് വന്നിട്ട് മാർസിൻ്റെ ഡാർക്ക് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും ഞാൻ ഇതേപോലെ എനിക്ക് പെട്ടെന്ന് എപ്പോഴെങ്കിലും ലിപ്സ്റ്റിക് കളയേണ്ട സിറ്റുവേഷനിലേക്കാണ് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഐ വിൽ യൂസ് ദിസ് ലിപ്സ്റ്റിക്സാണ് യൂസ് ചെയ്യുക. ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഞാൻ പ്രിഫർ ചെയ്യാറില്ല. കൈൻഡ് ഓഫ് ബ്രൗൺ ടിൻറ്റുണ്ട് ആൻഡ് ഒരു ടൈപ്പ് ഓഫ് റെഡ് കളറും ബ്രൗണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാട്ടോ. ആൻഡ് ദിസ് ഇസ് സോ നൈസ്, അടിപൊളി ഷെയ്ഡാണ്. ആൻഡ് ദാറ്റ്സ് ഇത് മാർസിൻ്റാണ്. ഇത് ഐ തിങ്ക് സോ ഒരു 200 ബിലോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഞാൻ എല്ലാ ലിപ്സ്റ്റിക്കും അതിൻ്റെ ഷെയ്ഡും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. പ്ലമ്മിൻ്റെ കോക്കമോക്ക എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതും ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരുന്നു. ആൻഡ് ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്, ബട്ട് നമുക്കത് ചെയ്യാം. സോ ഇത് വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു പിങ്ക് ഒരു ടൈപ്പ് അണ്ടർടോൺ ഇതിലുണ്ട്, എന്നാലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കട്ടെ, ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. സോ ഞാനത് എപ്പോഴും യൂസ് ചെയ്യില്ല, പക്ഷെ കുറേ മുമ്പുള്ളതാണ്. ഞാൻ ഇതിപ്പോൾ തീർന്നിട്ടുണ്ട്, അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങളൊരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആണ് നിങ്ങൾക്കതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കും. അതേപോലെ മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു ടൈപ്പ് ഓഫ് ബ്രൗൺ നിങ്ങൾക്ക് വരും, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അത് കാണുമ്പോൾ തോന്നുക. സോ ദിസ് ഇസ് ഫ്രം പ്ലം. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഒരു 499 റുപ്പീസാണ്. സോ ദിസ് ഇസ് നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് മാർസിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് വന്നിട്ട് മാർസിൻ്റെ ബീഗം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല അടിപൊളി ലിപ് ഗ്ലോസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതെന്താ വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഭയങ്കര ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാട്ടോ, ഒരു മോർ കൈൻഡ് ഓഫ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് ഇതും ഡസ്കി സ്കിൻ ടോണൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കൊരു ലിപ് ഗ്ലോസ് വിത്ത് ലിപ്സ്റ്റിക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിന് റേറ്റ് വന്നിട്ട് ഐ തിങ്ക് സോ ഒരു 300 ബിലോ ആണ്. സോ നിങ്ങളൊരു ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസ് നോക്കുന്നുണ്ടെന്നെങ്കിൽ ഈ മാർസിൻ്റെ ഈ ഒരു ബീഗം എന്ന് പറഞ്ഞ ഷെയ്ഡ് അടിപൊളിയാണ്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ഇനി നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ഗ്ലോസ് പറഞ്ഞുതരാം. എനിക്ക് ലിപ് ഗ്ലോസിൽ അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഭംഗി കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ള ലിപ് ഗ്ലോസാണ് ഞാൻ പ്രിഫർ ചെയ്യുക. സോ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യല് ഇത് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ക്ലിയർ ലിപ് ഗ്ലോസ് ആണ്. നല്ല അടിപൊളിയാട്ടോ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ടൈമിൽ നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലോസി കൈൻഡ് ഓഫ് മേക്കപ്പ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ അധികം യൂസ് ചെയ്യല് ഈ ഒരു ലിപ് ഗ്ലോസ് ആണ്. സോ നിങ്ങളൊരു ക്ലിയർ ലിപ് ഗ്ലോസ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതും ബിലോ 100 നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. ദിസ് ഫ്രം ഇൻസൈറ്റിൻ്റെ ലിപ് ഗ്ലോസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ലൈനേഴ്സ്, ഞാൻ ലിപ് ലൈനേഴ്സ് അങ്ങനെ കുറേ യൂസ് ചെയ്യില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്ത ഒരു മാർസിൻ്റെ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. സോ ഞാൻ അതങ്ങനെ കളഞ്ഞ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ലിപ് ലൈനർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അത്രയും കുഞ്ഞതായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് കഴിയോളം യൂസ് ചെയ്യും. അത്രയും ചെറുതാണത്. ഇത് വന്നിട്ട് മാർസിൻ്റെ ആണ്. ഭയങ്കര ക്രീമിയാണ്, ഭയങ്കര നീറ്റായിട്ട് ഗ്ലൈഡായിപ്പോവും. സോ ഇത് വന്നിട്ട് ഒരു 64 അല്ലെങ്കിൽ ഒരു 100 ബിലോ നിങ്ങൾക്ക് ഈ ഒരു ലിപ് ലൈനർ വാങ്ങിക്കാൻ കിട്ടും. നൈക്കിന്ന് ഓഫേഴ്സൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഭയങ്കര അടിപൊളിയാണ്. ഇതൊരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡീപ്പ് ടോൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമുക്കുള്ള ലിപ് ലൈനർ എന്ന് പറഞ്ഞാൽ ഇത് സ്വിസ് ബ്യൂട്ടിൻ്റെ ലിപ് ലൈനറാണ്. ഷെയ്ഡ് വന്നിട്ട് മെറൂൺ 02 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഡാർക്ക് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഈ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണിത്. അടിപൊളിയാണ്, പക്ഷേ മാർസിന് അത്ര അങ്ങോട്ട് ഗ്ലൈഡ് പോവില്ല. എനിക്ക് തോന്നുന്നു അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും അടിപൊളിയായിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ലൈൻ ചെയ്യാൻ പറ്റുന്ന ലിപ് ലൈനർ എന്ന് പറഞ്ഞാൽ അത് മാർസിൻ്റെ ആയിരിക്കും. അവർക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഷെയ്ഡ്സ് ഉണ്ട്.
സോ യു ക്യാൻ ലുക്ക് ഫോർ മാർസിൻ്റെ. ഇത് ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് കുറച്ച് ഹാർഷാണ് ലിപ്സിൻ്റെ. ബട്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വിസ് ബ്യൂട്ടി ട്രൈ ചെയ്യാം. ഇവർക്കും വെറൈറ്റി കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്കുള്ളത് ലിപ് ബാം. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഞാൻ വാസലിൻ്റെ ആ കുട്ടി ബോട്ടിൽ ഒരു ചോട്ട സാധനം, എത്ര 10 രൂപ 5 രൂപ അങ്ങനത്തെ സംഭവം, അത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. അത് ഞാൻ നൈറ്റ് കിടക്കുമ്പോൾ ഞാൻ അതിടാം. എനിക്ക് തോന്നുന്നു നോർമൽ ലിപ് ബാമിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഹൈഡ്രേഷൻ തരുന്ന ലിപ് ബാം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാസലിൻ്റെ ആ ലിപ് ബാം ആയിരിക്കും. നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യല് വാസലിൻ്റെ ആ ലിപ് ബാമാണ്. അതർവൈസ് ഞാൻ പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്ന മുമ്പ് ജസ്റ്റ് ഒരു ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യല്. ഇത് വന്നിട്ട് നിവ്യൻ്റെ ലിപ് ബാമാണ്. ടിൻറ്റ് ലിപ് ബാം ആട്ടോ. അതിനൊരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൈൻഡ് ഓഫ് പിങ്ക്, ഡാർക്ക് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. സോ എനിക്ക് ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഡേയ്സിൽ ഞാൻ ഇതൊറ്റൊക്കെ ഇട്ടിട്ടും പോകാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ലിപ്സ് പല രീതിയിലും ഞാൻ കോമ്പോസ് ട്രൈ ചെയ്യലുണ്ട്. സംടൈംസ് ഞാൻ എൻ്റെ ലിപ്പ് ഒരു ഡാർക്ക് ലൈനറായിട്ട് ലൈൻ ചെയ്തിട്ട് ജസ്റ്റ് ലിപ് ഗ്ലോസ് മാത്രം ഇടാറുണ്ട്. അതേപോലെ ഒരു ഡാർക്ക് എൻ്റെ അടുത്തുള്ള ഞാൻ അധികം യൂസ് ചെയ്യുന്ന മാർസിൻ്റെ ലിപ് ലൈനറായിരിക്കും. സോ അതിൻ്റെ കൂടെ ഞാൻ ഒരു എല്ലാ ഷെയ്ഡും എനിക്ക് ഓക്കെ ആയി പോകുന്നുണ്ട് എനിക്ക് തോന്നാറുണ്ട്. സോ നിങ്ങളൊരു ഡസ്കി സ്കിൻ ടോൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കറൻറ്റ്ലി വാഷ് ഔട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലിപ് ലൈനർ വാങ്ങിയിട്ട് അത് രണ്ടും കൂടെ പെയർ ചെയ്തു 99% അത് വർക്കായി പോകും. പിന്നെ ചില ലിപ്സ്റ്റിക്ക് ചിലർക്ക് മാച്ചായി പോകില്ല, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്സ് ആയിട്ട് ഇത്രയും ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ലിപ് ഗ്ലോസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യല് ഇൻസൈറ്റിൻ്റെ ഒരു ലിപ് ഗ്ലോസും, അതേപോലെ ലൈനേഴ്സ് ആയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിൻ്റെ ഒരു ലൈനറും മാൾസിൻ്റെ ഒരു ലൈനറും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് ദ ലിപ് ബാം ഫ്രം നിവ്യ, നിവ്യൻ്റെ ലിപ് ബാമും കൂടെ. സോ ദാറ്റ്സ് ഇറ്റ്.